ഞങ്ങൾ സഹായിക്കണോ? വേണ്ട. ഇതൊക്കെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടത്തെ ഒരു ഡിപ്പാർട്ട്മെന്റിലും ആരും കയറി തലയിടണ്ട. മൊത്തമായിട്ടെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. അവിടെ എങ്ങാനും പോയി ഇരുന്നേച്ചാ മതി. ആട്ടെ, ഞങ്ങളുടെ സഹായം വേണ്ട, സമ്മതിച്ചു. ഞങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും സഹായം ഇങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലോ? എന്ത് സഹായം? കൊച്ചുങ്ങളെ, ഈ മനുഷ്യനെ മക്കാറാക്കുന്ന ഒരുമാതിരി ഒരു ചിരിയുണ്ടല്ലോ, അതെനിക്ക് അശേഷം ഇഷ്ടപ്പെടുന്നില്ല. പറഞ്ഞേക്കാം. എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞ് തൊലയ്ക്ക്. എനിക്കൊരു ചായ. എനിക്ക് കാപ്പി മതി. ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം. ഈശ്വരനെ ഓർത്ത് ഈ അടുക്കളയിൽ കാലെടുത്ത് കുത്തണ്ട. അങ്ങ് മുന്നോട്ടെങ്ങാനും പോയി ഇരുന്നേച്ചാ മതി. ചായയോ കാപ്പിയോ എന്ത് വേണമെങ്കിലും അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ അങ്ങോട്ട് എത്തിച്ചു തരാം. ആണുങ്ങളായ ഇങ്ങനെ വേണം. ഒരാൾക്ക് ചായ, വേറൊരാൾക്ക് കാപ്പി, ഇനി മൂന്നാമതൊരാളുണ്ടെങ്കിൽ ചാപ്പി വേണമെന്ന് പറയും. ചാപ്പി മാരണങ്ങള്. വല്ല വിധേനയും നേരം വെളുത്ത ദരിദ്രവാസികൾ വന്ന് ഇതുങ്ങളെയും കൊണ്ട് സ്ഥലം വിട്ടെങ്കിൽ മതിയായിരുന്നു. ചേട്ടാ, ചിരി ഇപ്പൊ കേട്ടാണല്ലോ. അല്ല, മുൻവശത്ത് സാറ് നോക്കി കണ്ടില്ല, അകത്തോണ്ടോ നോക്കുകയായിരുന്നു. താളുണ്ടോന്ന് നോക്കാൻ കണ്ട ഒരു മാർഗം. ഇത് കണ്ടോ, കാളിംഗ് ബെല്ലെന്ന് പറയുന്ന സൂത്രമാ. അകത്താളുണ്ടോന്ന് അറിയാൻ വേണ്ടി വെച്ചിരിക്കുക. മനസ്സിലായോ? സാറ് വലിയ മുൻകൗക്കാരനാന്ന് കേട്ടിട്ടുണ്ട്. ബെല്ലടിച്ചാൽ സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി. അയ്യടോ മോനെ, നാവിന്ന് തേൻ ഇറ്റ് വീഴുന്നുണ്ടല്ലോ. ഇത്രയും മധുരം വേണ്ട. അതെ, നിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? ചുമ്മാ വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. വല്ലപ്പോഴും ഒരു കേസിന്റെ കാര്യത്തിന് വേണ്ടി വരേണ്ടി വന്നാൽ ഒരു പരിചയം കിടക്കുന്നത് നല്ലതല്ലേ എന്ന് കരുതി. നിന്റെ കയ്യിലിരിപ്പിനെ കേസിന്റെ കാര്യം രണ്ടര തരമാ. പരിചയപ്പെടാൻ വന്നിരിക്കുന്നു. നിന്റെ ഈ വിളച്ചിലുണ്ടല്ലോ, അത് ഈ ശക്തിരന്മാരുടെ അടുത്തെടുക്കരുത്. ഇനി മേലാൽ ഈ കാമ്പൗണ്ടിന്റെ പരിസരത്തെങ്ങാനും കണ്ടുപോകരുത് പറഞ്ഞേക്കാം. അല്ല സാർ, ഞാൻ അതാണ് കേട്ട്. അടക്ക് പുറത്ത്. രണ്ടെണ്ണം വന്നിങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അപ്പോഴേക്കും മണപ്പിക്കാറ്റിയിരിക്കുന്നു. ആ കണ്ണട ഊരി അവിടെ വെക്ക. ഊരി വെക്കാൻ. ആ ഗൗൺ വെച്ചങ്ങോട്ട് തൂക്ക്. പുറത്തോട്ട് ഇറങ്ങ. ബോത്ത് ഓഫ് യു. എവിടെ നടക്ക. ഒരു കാര്യം, ഈ വേഷം കെട്ടലുണ്ടല്ലോ, അതൊന്നും ഇവിടെ നടക്കുകയില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ മുന്നും പിന്നെ നോക്കുകയില്ല. പെണ്ണുങ്ങളാണെന്നൊരു വിചാരം ഉണ്ടാവുകയില്ല. രാത്രി എന്നെ പകർന്ന് നോക്കാതെ ചവിട്ടി പൊളിയിലാക്കി മറിച്ചേക്കാം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതിയത്? ഇവിടുത്തെ കോടതി മുഴുവൻ ഈ വേൽ തുമ്പി നിർത്തുന്നവരാണ് ഞാൻ. അറിയാമോ? എന്നെ കുരങ്ങ് കളിപ്പിക്കാമെന്ന് കരുതരുത്. Don't test my patience. You will have to pay for it. Pay very, very high for it. Take it from me, idiot.
എന്റെ വീട്ടിൽ നിന്ന് പെമ്പിള്ളേർ ആരെങ്കിലും കരയുന്നത് പുറത്താരെങ്കിലും കേട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് പ്രയോജനമില്ല. പതുക്കെ പതുക്കെ കരയാതെ കരയാതെ ഒന്ന് നിർത്ത്. കരയാനും വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് ഉപദേശിച്ചു, ഒന്ന് ശാസിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഈശ്വരനെ ഓർത്ത് കരഞ്ഞ് ശബ്ദം ഉണ്ടാക്കി എന്റെ മാനം കളയരുത്. സോറി, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. 1000 മാപ്പ്. കരച്ചു നിർത്തി. ഞങ്ങളെ ആരും ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടില്ല. ഒരബദ്ധം പറ്റിയതല്ലേ കൊച്ചുങ്ങളെ, ക്ഷമിക്കും. ഇനി പറയോ? ഇനി ഇങ്ങനൊക്കെ പറയോ? ഇല്ല ഇല്ല ഇല്ല. പ്രോമിസ്? ഗോഡ് പ്രോമിസ്. സത്യം.